ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഈസ്റ്റ് ഡാമിലേക്കാണ് പോകുന്നത്. ഇന്ന് ഈസ്റ്റ് ഡാമിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ സിദ്ധുക്കുട്ടന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അവന് 6 മാസം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവന് ചോറ് കൊടുക്കാൻ പോകുന്നത് ഈസ്റ്റ് ഡാമിലുള്ള ശ്രീ മഹാലക്ഷ്മി ദേവി ടെമ്പിളിലാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 1 hour ജേർണി ഉണ്ട് നമുക്ക് ഈസ്റ്റ് ഡാമിലേക്ക്. അപ്പോൾ രാവിലെ നമ്മൾ ഫസ്റ്റ് ട്യൂബ് എടുത്തിട്ട് നേരെ ഇനി മൈലൻഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് ഒരു ട്രെയിനും കൂടെ എടുത്തിട്ട് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ മൈലൻഡ് ഇറങ്ങി അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ട്രെയിനിൽ ഞങ്ങൾ കയറി നേരെ ഈസ്റ്റ് ഡാമിലേക്ക്. UK വന്നിട്ട് ആദ്യമായിട്ടാട്ടോ ഞങ്ങളൊരു അമ്പലത്തിൽ പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്പലങ്ങളുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ പോയിട്ടില്ല. കൂടുതൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ അമ്പലങ്ങളാട്ടോ നമ്മുടെ ഏരിയയിൽ കൂടുതലായിട്ട്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 34 ഡിഗ്രി ആയിരുന്നു. വൺ ഓഫ് ദ ഹോട്ടസ്റ്റ് ഡേ ആയിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ഒരു 4 മിനിറ്റാണ് അമ്പലത്തിലേക്ക് നടക്കാനുള്ളത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ലിഫ്റ്റ് എടുത്തു നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റൂ കേട്ടോ അമ്പലത്തിൻ്റെ ആ ഗോപുരമൊക്കെ. ഞങ്ങളോട് ഒരു 10:30 കഴിയുമ്പോഴത്തേക്കും എത്തണം എന്നാണ് തിരുമേനി പറഞ്ഞത്. അപ്പോഴാണ് അവിടെ ചോറൂണ് തുടങ്ങുക എന്നാണ് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 10:30 അടുപ്പിച്ചായി. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ കണ്ട വിഷ്ണുവും നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ടി കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. അങ്ങനെ അവനും വന്ന് ഞങ്ങൾ അകത്ത് കയറി. പക്ഷെ അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബേബി ചേഞ്ചിങ് റൂമിൽ പോയിട്ട് സിദ്ധുവിൻ്റെ ഉടുപ്പൊക്കെ മാറ്റി അവനെ കുഞ്ഞു മുണ്ടൊക്കെ ഉടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ. അന്നത്തെ ദിവസം ഒരു 6 കുട്ടികൾക്ക് ചോറൂണുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഒരു മലയാളി ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു ചോറ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങൾ രണ്ടും ഒരു സെറ്റായിട്ടാണ് ചോറൂണിരുന്നത്. അങ്ങനെ രണ്ടുപേര് വെച്ചിട്ടാണ് അവർ ചോറൂണ് കൊടുക്കുക അവിടെ. അങ്ങനെ ഞങ്ങൾ ചോറിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഇതൊരു തമിഴ് കൾച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ചോറൂണ് സെറ്റപ്പ് അല്ല. കുറച്ച് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സൊക്കെയാണ് അവിടെ. അതെന്താണെന്ന് ഇപ്പോൾ നമുക്ക് വഴി കാണാം. ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ പകുതി എഡിറ്റ് ചെയ്തിട്ടാണ് ഓരോ വിഷ്വൽസും കാണിച്ചിരിക്കുന്നത്. എങ്ങനെ പോലും ഒരു 30 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അതായത് തിരുമേനി എന്തൊക്കെയോ സംസ്കൃതത്തിൽ ഓരോ ശ്ലോകങ്ങൾ പോലെ എന്തോ സാധനം ചൊല്ലിത്തരും. നമ്മളത് ഏറ്റു ചൊല്ലണം. അതിനൊക്കെ ശേഷമാണ് ചോറൂണ് തുടങ്ങുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് നമ്മുടെ കയ്യിനകത്ത് കുറച്ച് പൂവ് അരിയൊക്കെ വെച്ചിട്ട്, അപ്പോൾ തിരിച്ച് താളത്തിലേക്ക് പിന്നെ ഇടാനാണ് തിരുമേനി പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ദക്ഷിണയായിട്ട് നമുക്ക് വയ്ക്കാം. സ്വർണം ഈ പായസമാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ ചോറല്ല. പായസത്തിൽ മുക്കി നാവിൽ വെച്ച് അങ്ങനെയാണ് ഇവിടെ കൊടുക്കണത് കേട്ടോ. ഒരു 3 വട്ടം സ്വർണം തൊട്ട് ഈ ആഹാരം നാക്കിനകത്ത് തൊടിയിച്ച് കൊടുക്കുക, അങ്ങനെയാണ് പറഞ്ഞത്.
കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ ചുറ്റും കുറേ പ്രതിഷ്ഠകളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചുറ്റി പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് വന്നു. അവിടെയാണ് ബഗ്ഗിയും കാര്യങ്ങളൊക്കെ വച്ചിരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കിട്ടിയ പായസം കഴിച്ചു. അങ്ങനെയൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല വെയിലാട്ടോ, നല്ല ചൂടുള്ള ദിവസമായിരുന്നു, നല്ല വെയിലായിരുന്നു. അങ്ങനെ സമയം 12:30 ആയി. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പയ്യെ ഇറങ്ങി. അത്യാവശ്യം കുറച്ച് വിശപ്പൊക്കെ ഉണ്ട്. വിശപ്പില്ലെങ്കിലും ഈസ്റ്റ് ഹാമിലായതുകൊണ്ട് കുറേ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയതാട്ടോ. അപ്പോൾ 2 ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അനന്തപുരി ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. 12:30 കഴിയുമ്പോഴേ അതൊക്കെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ പിന്നെ പയ്യെ അടുത്ത കടയിലേക്ക് പോകാമെന്ന് കരുതി നമ്മൾ ചായക്കടയിലേക്ക് പോവാണ്. അങ്ങോട്ടേക്കാണ് വച്ച് പിടിക്കണേ. നല്ല നട്ടപ്ര വെയിലെന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ ഒരു വൈബ് അടിച്ചു കേട്ടോ. അത്രയും നേരം ആ വെയിൽ കൊണ്ട് നടന്നപ്പോൾ ചൂടില്ല. ഒരു തമിഴ്നാട്ടിൽ ചെന്ന പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഈസ്റ്റ് ഹാമിൽ ഇങ്ങനെ നടന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ തമിഴ് സ്റ്റോഴ്സൊക്കെ ആയിരുന്നു. പോണ വഴി ഓരോ കളിപ്പാട്ട കടയുടെ ഫ്രണ്ടിലെത്തുമ്പോഴത്തേക്ക് അപ്പു സ്റ്റോപ്പ് ആവും കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ നമ്മളന്ന് മൈൻഡ് ചെയ്യാണ്ട് നേരെ ഫുഡ് കഴിക്കാൻ തന്നെ വച്ച് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ചായക്കട എത്തി കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഞാനൊരു ബീഫ് മന്തിയും വിഷ്ണുവും അരുണും ഓരോ ചിക്കൻ മന്തിയാണ് കഴിച്ചത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം അവിടെ ഫുഡൊക്കെ വന്നു. ഫുഡെല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം ഓക്കെ ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മൈലൻഡിലെത്തി. ഇനി അവിടെ നിന്ന് നമുക്ക് നേരെ സൗത്തോട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ചോറൂണ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മോർ വീഡിയോസായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.